NDA യോഗം കഴിഞ്ഞു. രാഷ്ട്രപതിയെ കാണാൻ ഒരുങ്ങുകയാണ്. നമുക്കറിയാം ഇന്ന് രാവിലെ മുതൽ തന്നെ ഏതൊക്കെ വകുപ്പുകൾ, ആഭ്യന്തരം, ധനകാര്യം, അതോടൊപ്പം തന്നെ സ്പീക്കർ പദവി, സഹമന്ത്രിമാർ, അങ്ങനെ നീണ്ട നിര തന്നെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിപ്പോൾ ചന്ദ്രബാബു നായിഡു ആണെങ്കിലും ശരി, നിതീഷ് കുമാർ ആണെങ്കിലും ശരി, എന്തൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് BJP തയ്യാറാകേണ്ടി വരും? വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായാൽ മാത്രമേ അധികാരത്തിലേക്ക് എത്താൻ, മൂന്നാം തവണയും തുടർച്ചയായി അധികാരത്തിലേക്ക് എത്താൻ വേണ്ടി മോദിക്ക് കഴിയൂ എന്നതാണ് അവസ്ഥ. ഏറ്റവും പ്രധാനമായും കേന്ദ്ര മന്ത്രിസഭയിലെ പ്രാതിനിധ്യമാണ്. TDP ആഭ്യന്തരം ഉൾപ്പെടെ ചോദിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന കാര്യം. മാത്രമല്ല സ്പീക്കർ സ്ഥാനവും TDP ചോദിച്ചിട്ടുണ്ട്. 3 or 4 മന്ത്രിസ്ഥാനങ്ങൾ JDU ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റു പാർട്ടികൾ, ഷിൻഡെ വിഭാഗം, ശിവസേന ഷിൻഡെ വിഭാഗം 2 മന്ത്രിസ്ഥാനങ്ങൾ ചോദിക്കും. ഒപ്പം തന്നെ ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച ആകെ ഒരു MP മാത്രമേ ഉള്ളൂ, 1 മന്ത്രിസ്ഥാനം ചോദിക്കുന്നു. മറ്റെല്ലാ ജയിച്ചു വന്ന ചെറു പാർട്ടികളെല്ലാം NDAയിൽ മന്ത്രിസ്ഥാനം ചോദിക്കും എന്നതാണ് അവസ്ഥ. കഴിഞ്ഞ 2 മന്ത്രിസഭാ കാലയളവിലും BJPക്ക് വലിയ അപ്രമാദിത്വം ഉണ്ടായിരുന്നു. ആ അപ്രമാദിത്വം ഇല്ലാതാവുന്ന തരത്തിൽ ചെറു പാർട്ടികൾ, പ്രാദേശിക പാർട്ടികൾ വളർന്നു വരുന്നു NDAയിൽ എന്നതാണ് ഈ ദിവസത്തെ പ്രധാനപ്പെട്ട കാഴ്ച. അവരുടെ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം ശരത് പവാർ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ശരത് പവാർ വളരെ രാഷ്ട്രീയ നീക്കങ്ങൾ നേരത്തെ നടത്തിയും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നേതാവ്, TDPയും JDUവുമായി ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന നേതാവ് ശരത് പവാർ മല്ലികാർജുൻ ഖാർഗെയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം ഇവിടെയുള്ള ആളുകളെ അഭിസംബോധന ചെയ്യുകയാണ്. സുപ്രിയ സുലെ കൂടെയുണ്ട്. നമുക്ക് വീണ്ടും NDAയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. NDA യോഗം അവസാനിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം അമിത്ഷാ, ഒപ്പം JDU അധ്യക്ഷനും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ, ഒപ്പം TDP അധ്യക്ഷൻ, നിയുക്ത മുഖ്യമന്ത്രി, ആന്ധ്രാപ്രദേശിന്റെ നിയുക്ത മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഷ്ട്രപതിയെ കണ്ട് സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ചതിനുശേഷം ആഗ്രഹിച്ച കാര്യങ്ങൾ ലഭിക്കാത്തൊരവസ്ഥ വരികയും സഖ്യ സർക്കാരിൽ തുടരേണ്ടാവുന്ന ഒരു തീരുമാനം ആ 2 പാർട്ടികൾ JDUവും TDPയും എടുക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിനുള്ള നീക്കങ്ങൾ ഇന്ത്യ സഖ്യം നടത്തുമോ എന്നതാണ് ചോദ്യം. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന ഇന്ത്യ സഖ്യ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയൊന്നും ആരെയും പിടിക്കേണ്ടതില്ല. ഇപ്പോഴുള്ള സഖ്യം ഒരുമിച്ച് മുന്നോട്ട് പോയി അതിശക്തമായ പ്രതിപക്ഷമായി മുന്നോട്ട് പോകണമെന്ന തീരുമാനമാണ് ഇന്ത്യ സഖ്യം എടുക്കുന്നത് എങ്കിൽ പോലും അത് വളരെ പ്രധാനപ്പെട്ട തീരുമാനമാകും. എന്തായാലും അപ്പുറത്ത് NDA യോഗം കഴിഞ്ഞു. അവർ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കാൻ പോകുന്നു. ഇവിടെ ഇന്ത്യ സഖ്യം യോഗം ചേർന്ന് ഇനി എന്ത് എന്ന് നിശ്ചയിക്കാൻ പോകുന്നു. ഇനിയും നേതാക്കൾ ഇവിടേക്ക് എത്താനുണ്ട്. ആ നേതാക്കൾ എത്തിക്കഴിഞ്ഞാൽ 6:30 കൂടി യോഗം ആരംഭിക്കുമെന്നാണ് കരുതുന്നത്. MK സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് അത്താനുള്ളത്. ഖാർഗെയുടെ വീടിന് പുറത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ, ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട പാർട്ടികളുടെ എല്ലാം പ്രവർത്തകർ എത്തി ആവേശപൂർവ്വം മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അകത്ത് പ്രധാന പ്രവർത്തകർക്ക് ഇപ്പോഴും നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. കൂടുതൽ നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, അനൂപാണ് മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്, ദൃശ്യങ്ങളും നൽകിയത്. എന്തായാലും ഇന്ത്യ സഖ്യത്തിന്റെ യോഗം അല്പസമയത്തിനകം തന്നെ ചേരാൻ പോവുകയാണ്. കേരളത്തിൽ നിന്ന് PK കുഞ്ഞാലിക്കുട്ടിയുണ്ട്, മമതാ ബാനർജി പകരം അഭിഷേക് ബാനർജി എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ കക്ഷികളുടെ എല്ലാം നേതാക്കൾ ഇന്ത്യ സഖ്യ യോഗത്തിലേക്ക് എത്തുന്നുണ്ട്. മറുഭാഗത്ത് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കാൻ പോവുകയാണ് NDA. പ്രധാനമന്ത്രിക്ക് ഒരു വശം ചന്ദ്രബാബു നായിഡുവും മറുവശത്ത് നിതീഷ് കുമാറും ഇരുന്നാണ് ഇന്ന് NDA യോഗം പൂർത്തിയായത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അമിത്ഷായും മറ്റ് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ചേർന്ന് രാഷ്ട്രപതിയെ കാണും.